എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ചിന്ന സയാൻ അവനാണെങ്കിൽ ഒറ്റയൊരു പവർ ഉപയോഗിച്ചുകൊണ്ട് ആ ചോപ്പനെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ഇപ്പോ വെജിറ്റയോട് ചോദിക്കും, നീ എന്തായി ചെയ്തേ? ഒറ്റയടിക്ക് കുട്ടികളെ ഇല്ലാതാക്കാനായിട്ട് പാടില്ല. അതിന് വെജിറ്റ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ ഇത്തരത്തിലുള്ള സഹാനുഭൂതി അതാണ് നിന്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. എന്റെ അടുത്ത ലക്ഷ്യം ആ ലീഡറാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ലീഡറിന് നേരെ നോക്കും. അതിനുശേഷം ഗോഹാനോടും മൊട്ടപ്പനോടും അവരോട് രണ്ടുപേരോട് പറയും, നിങ്ങൾ രണ്ടുപേരും വലിയ തോൽവികളാണ്, നിങ്ങളെ കൊണ്ട് അവനെ തകർക്കാൻ കഴിയില്ല. സോ ഞാൻ തന്നെ അവനെ തകർക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ വെജിറ്റ ആണെങ്കിൽ അവന്റെ നേർക്ക് പോവാണ്. ഗോക്കു ആണെങ്കിൽ വെജിറ്റയോട് വിളിച്ചു പറയും, നീ ഒരു കാരണവശാലും അവനെ ഇല്ലാതാക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അത് എന്റെ ശരീരം തകരുന്നതിന് കാരണമാവും. പക്ഷെ വെജിറ്റ ആണെങ്കിൽ അത് കേൾക്കാതെ അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ ആഞ്ഞു തല്ലുകയാണ്. ആ ഒരു അടിയിൽ അവൻ അടിച്ച് താഴെ വീഴും. അതിനുശേഷം വെജിറ്റ അവനെ പൂർണ്ണമായിട്ടും തകർക്കാനായി ഒരു പവർ കയ്യിലെടുക്കും. കാര്യം മനസ്സിലാക്കിയ വില്ലനാണെങ്കിൽ നൈസായിട്ട് ഡൈവേർട്ടായി ഗോക്കുവിന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ശ്രമിക്കും. ആ ഗ്യാപ്പിൽ ഗോക്കു ആണെങ്കിൽ എനിക്കെന്റെ ശരീരം ആ തിരികെ കിട്ടാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ വലിയ പവറിന് മുൻപിലേക്ക് വരും. ആ വലിയ പവർ അത് ഗോക്കുവിന്റെ ദേഹത്ത് ആഞ്ഞടിക്കും. ആ സമയം ഗോക്കുവിന്റെ സോളും ഗോക്കുവിന്റെ ബോഡിയും അത് രണ്ടും ഒന്നായി ഗോക്കു അവന്റെ ശരീരത്തിലേക്ക് വരികയാണ്. ഇവിടെ ആ വില്ലനാണെങ്കിൽ ഇപ്പൊ അവന്റെ പഴയ ബോഡിയിലേക്ക് വന്ന് ശ്വാസമൊക്കെ വലിച്ചു വിട്ടു നിൽക്കും. അവനാണെങ്കിൽ ഗോക്കു സെൻസ് ചെയ്യും, എന്റെ പപ്പ അദ്ദേഹത്തിന്റെ പഴയ ബോഡിയിലേക്ക് തന്നെ തിരികെ എത്തിയിരിക്കുകയാണ്. അടുത്ത നിമിഷം വെജിറ്റ ആണെങ്കിൽ ഇപ്പൊ ആ ലീഡറിനെ നോക്കും. അതിനുശേഷം അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. ആ ലീഡർ ആണെങ്കിൽ വെജിറ്റയെ നോക്കും, അതെ ഇതാണ് എന്റെ അടുത്ത വെസൽ, ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ വെജിറ്റയായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും, വെജിറ്റ അവൻ നിന്നെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്റെ ബോഡി അവൻ ടേക്ക് ഓവർ ചെയ്തതുപോലെ നിന്റെ ബോഡിയും അവൻ ടേക്ക് ഓവർ ചെയ്യും. അതിനു മുൻപായിട്ട് അവന്റെ ബോഡി ഇത് വളരെയധികം വീക്കാക്കി മാറ്റുമെന്ന് പറയും. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ചേർന്ന് പൊരിഞ്ഞ അട്ടികിട്ടി ബഹളം. ആ ലീഡർ ആണെങ്കിൽ അവന്റെ ബോഡിയിൽ അറിഞ്ഞുകൊണ്ട് ഒരുപാട് പരിക്കുകൾ പറ്റിക്കാൻ തയ്യാറാവുകയാണ്. ഇതിനുവേണ്ടി ആൾ വെയിറ്റ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവനാണെങ്കിൽ വെജിറ്റയ്ക്ക് നേരെ തിരിയും. ഗോക്കു ആണെങ്കിൽ വിളിച്ചു പറയും, വെജിറ്റ നീ അതിൽ പെട്ടുപോകരുത്, ഉറപ്പായിട്ടും നിന്റെ ബോഡി അത് ടേക്ക് ഓവർ ചെയ്യും. ഗോക്കു അത് പറയേണ്ട താമസം ഇവിടെ ലീഡർ വില്ലൻ അവനാണെങ്കിൽ ഇപ്പോ വെജിറ്റയുടെ ബോഡി അതങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട ഗോക്കു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു തവളയെ ഇടയിലേക്ക് വലിച്ചെറിയും. അടുത്ത നിമിഷം വലിയൊരു പവർ അത് അവരുടെ ഇടയിലൂടെ കടന്നു പോവാണ്. വെജിറ്റയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. പക്ഷെ ഗോക്കുവിന് ആണെങ്കിൽ കാര്യം പിടികിട്ടും. ആ ഒരു ലീഡർ വില്ലൻ അവൻ തവളയായിട്ട് അവന്റെ ബോഡി അത് എക്സ്ചേഞ്ച് ആയിരിക്കുകയാണ്. അവൻ തവളയായി ബോഡിയിലേക്ക് ആ തവള വന്ന് അങ്ങനെ ചാടി ചാടി പോവും. ഇവിടെ ലീഡർ ആണെങ്കിൽ തവളയിൽപ്പെട്ട് അങ്ങനെ കിടക്കുകയാണ്. വെജിറ്റ ആണെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചു, അവന്റെ ബോഡി അതെവിടെയും ചോദിക്കും. ഗോക്കു ആണെങ്കിൽ അവനോട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവന്റെ ബോഡി അത് ആ തവളയ്ക്ക് കിട്ടി, തവളയുടെ ബോഡിയിലാണ് ഇപ്പൊ അവനുള്ളത്, അവന്റെ കാര്യം അത് കഴിഞ്ഞു. ഇവിടെ ആ തവളയാണെങ്കിൽ ഉച്ചത്തിൽ കരയും. ആണെങ്കിൽ അവന്റെ പിന്നാലെ വരും. എനിക്ക് വേണമെങ്കിൽ ഇപ്പം നിന്നെ ചവിട്ടി അരച്ച് കൊല്ലാനായിട്ട് കഴിയും, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്, നീ ഇത് അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവനങ്ങനെ കടന്നു പോവാണ്. ഇവിടെ ഗോക്കുവിനെ മൊട്ടപ്പനും ഗോഹാനും ചേർന്ന് ഉയർത്തിയെടുക്കും. അവരാണെങ്കിൽ ഗോക്കുവിനോട് ചോദിക്കും, അവസാനത്തെ സെൻസ് ബീൻ അതെവിടെയാ വെച്ചേ, നിന്റെ കയ്യിലുണ്ടോ? അതിന് ഗോക്കു പറയും, എന്റെ കയ്യിലില്ല. ഗോഹാനും മൊട്ടപ്പനും ചേർന്ന് പതിയെ അവനെ എഴുന്നേൽപ്പിക്കും. ഇന്ന സയാനാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഈ ഫ്രീസയുടെ മാൻഷനിലേക്ക് വരണം, അവിടെ ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയ കുറെ ഫെസിലിറ്റി ഉണ്ട്. മൊട്ടപ്പനും ഗോഹാനും ആണെങ്കിൽ അത് കേട്ട് വിശ്വസിക്കാൻ ഒരല്പം ഭയം തോന്നും. അതിനവനാണെങ്കിൽ വീണ്ടും പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം വരാം, അല്ലെങ്കിൽ ഇവന്റെ അവസ്ഥ അത് കൂടുതൽ മോശമാവും. വേറെ വഴിയില്ലാതെ ഗോഹാനും മൊട്ടപ്പനും അവർ രണ്ടുപേരും ഗോക്കുവിനെ തൂക്കിയെടുത്ത് ലാബിലേക്ക് കൊണ്ടുവരികയാണ്. ആ ലാബിലെ ഒരു പ്രത്യേകതരം ഡിവൈസിൽ അവരാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനെ കയറ്റിയെടുത്തു. മൊട്ടപ്പനും ഗോഹാനും അതെന്താണെന്ന് ചോദിക്കും. അതിന് ചിന്ന സയാനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലൊരു സ്പെഷ്യൽ ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് ഉപയോഗിച്ച് ഇവന്റെ ബോഡിയിലുള്ള പരിക്കുകളെല്ലാം ഹീൽ ചെയ്യാനായിട്ട് പറ്റും, പിന്നെ ഇവൻ ബാക്ക് ടു നോർമൽ ആവും, ഇവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാനും സാധിക്കും. ആക്ച്വലി ഈ ഒരു ഡിവൈസ് അത് ഭൂമിയിൽ വളരെ പ്രാചീനമായിട്ടുള്ളതാണ്. ഒരു സയാൻ ആയതുകൊണ്ട് തന്നെ ഇത് ഇവന്റെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് വർക്കൗട്ട് ആവുമെന്ന് പറയും. അതിനുശേഷം അവൻ ടെററായിട്ട് ഒന്ന് ഗോക്കുവിനെ നോക്കുകയാണ്. ആദ്യം ആ ഫ്രീസയെ തീർക്കണം, ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടിക്കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അതിൽ ബട്ടൺസ് പ്രസ് ചെയ്യുകയാണ്. പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ കുറേ സാധനങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ചില ടെക്നിക്സ് ഒക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം ഈ ഒരു ഡ്രസ്സും ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പവർ ലെവൽ അത് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. അത് കേട്ട് ഇപ്പൊ അവരും അതൊക്കെ ഇടാനായിട്ട് തയ്യാറാവും. അവരാണെങ്കിൽ ഇപ്പൊ ചിന്ന വജീറ്റ അവൻ കൊടുത്ത ഡ്രസ്സ് അത് ധരിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഇപ്പൊ ഫ്ലെക്സിബിൾ ആയിട്ട് അവരുടെ പവർ ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുണ്ട്. മൊട്ടപ്പനും ഗോഹാനും അത് കുറച്ച് ഇഷ്ടാവും. വാവ്, ഇത് ശരിക്കും അടിപൊളിയാണ്, ഇതുപോലുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ വില്ലന്മാരുടെ കയ്യിലുണ്ടല്ലേ.
അതുകൊണ്ടാണ് നമ്മളെ കഴിഞ്ഞു അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയും. ഗോഹാനാണെങ്കിൽ അതിന്റെ 2 കൈഭാഗമൊക്കെ പിടിച്ച് വലിച്ചു നോക്കും. മുത്തപ്പനാണെങ്കിൽ അവരോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഡ്രാഗൺ ബോൾ അത് അവേക്കൻ ചെയ്യാനുള്ള ആ ഒരു പാസ്വേഡ് കണ്ടെത്തണം. ഗ്രാൻഡ് എൽഡറിന്റെ അടുത്തേക്ക് പോയേ പറ്റൂ. വെജീറ്റ ഗോകുവിന്റെ ആ ഒരു ട്രീറ്റ് അത് എത്ര സമയം കൊണ്ട് പൂർത്തിയാവും? അതിന് വെജീറ്റ ആണെങ്കിൽ ടെൻഷനാവും. ഞാൻ ഡോക്ടറൊന്നും അല്ല, അത് ചിലപ്പോൾ 1 മണിക്കൂർ മുൻപോട്ടേക്കോ പിൻപോട്ടേക്കോ പോയേക്കാം. മൊട്ടപ്പനാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കും, നമ്മുടെ മുൻപിൽ അധിക സമയമില്ല, എത്രയും വേഗം അവിടേക്ക് പോകണം. ആ ഒരു ഗ്രാൻഡ് എൽഡറിനെ കണ്ടെത്തിയേ പറ്റൂ. ഇതിനോടകം ഫ്രീസ അവൻ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയെങ്കിലും ഗ്രാൻഡ് എൽഡറിനെ അദ്ദേഹത്തിന് സേവ് ചെയ്യണം, ആ ഒരു പാസ്വേഡ് മനസ്സിലാക്കണം. അതല്ല എങ്കിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കും. അതിനു മുൻപ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ എന്തിനിവിടേക്ക് വന്നോ ആ ലക്ഷ്യം നിറവേറ്റണം. അത് കേട്ട് ഗോഹാനാണെങ്കിൽ മൊട്ടപ്പനോട് പറയും, നിന്നോടൊപ്പം അങ്ങനെയാണെങ്കിൽ ഞാനും അവിടേക്ക് വരാം. മൊട്ടപ്പനാണെങ്കിൽ അത് തടയും. നീ ഇപ്പോൾ എന്നോടൊപ്പം വരാൻ പാടില്ല, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു അസിസ്റ്റന്റിനെ ആണെങ്കിൽ തല്ലി അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഹായ് ആയിട്ട് പറയും, ഞാൻ എൻ്റെ ഒറ്റ കൈ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് നിന്റെ അവസ്ഥ ഇത്തരത്തിൽ ശോചനീയമായി. ഇനി എൻ്റെ പവർ മുഴുവനായിട്ട് ഉപയോഗിച്ചാൽ നീ ബാക്കി പോലും ഉണ്ടാവില്ല. സോ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് ആവശ്യമുള്ള സഹായം നീ ചെയ്തു തരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. അത് കേട്ട് വീണ്ടും അസിസ്റ്റന്റ് ആണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഫ്രീസ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നീ വീണ്ടും എന്നോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണല്ലേ? നിന്റെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയാണോ നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണേ? പക്ഷെ അതുകൊണ്ട് യാതൊരു കാര്യമില്ല, നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ പുറകിലൂടെ വന്ന് തലയിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ആട്ടികെട്ടി അവൻ താഴേക്ക് വീഴും. നിമിഷം അസിസ്റ്റന്റ് ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. നീ എന്നെ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഇതിനോടകം ആ കുഞ്ഞിപ്പയ്യൻ അവൻ ആ ഭൂമിയിൽ നിന്ന് വന്നവരുടെ അടുത്തേക്ക് എത്തിക്കാണും. ആ ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരു നേടിയെടുത്തു കാണും. എൽഡർ അവനെ അയച്ചിട്ട് ഒരുപാട് സമയമായി. ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്റെ സമയം പാഴാക്കുമായിരുന്നു. അത് കേൾക്കേണ്ട താമസം ഫ്രീസ് ആണെങ്കിൽ 1 സെക്കൻഡ് ഫ്രീസ് ആവും. ഓ നോ, ഞാൻ ആ പയ്യനെ അവനെ മിസ് ചെയ്തു. എത്രയും വേഗം അവനെ കണ്ടുപിടിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് ഫ്ലൈ ചെയ്ത് പോവാണ്. ഇവിടെ എൽഡറിനെ കാണിക്കും, ഞാനൊരു അല്പം ലേറ്റായി പോയി, പക്ഷെ കുഴപ്പമില്ല. കുഞ്ഞിപ്പയ്യൻ അവൻ എത്രയും വേഗം ആ ഒരു സീക്രട്ട് അത് ഭൂമിയിൽ നിന്ന് വന്ന നമ്മുടെ രക്ഷകരെ അവരെ അറിയിക്കും. അതിലൂടെ അവർക്ക് ആവശ്യമായത് നേടിയെടുക്കാൻ കഴിയും. അധിക സമയമില്ല. രാമഗ്രഹം അത് മുഴുവനായിട്ട് നശിക്കാൻ പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ചിന്നസയാനാണെങ്കിൽ ഗോഹാനോട് പറയും, നീ ആ ഡ്രാഗൺ ബോൾസ് സേഫ് ആയിട്ട് നോക്കണം. എനിക്കൊരു അല്പസമയം റെസ്റ്റ് അത്യാവശ്യമാണ്. സോ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം. അതിനിടെ നിന്റെ പപ്പ കാക്കരോട്ട് ആൾ ഓക്കെ ആണെങ്കിൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവും. മറ്റൊരു ഭാഗത്ത് ആ കുഞ്ഞിപ്പയ്യനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് പറന്നു വരികയാണ്. അതേസമയം ഓപ്പോസിറ്റ് സൈഡ് മൊട്ടപ്പൻ അവൻ അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ ഒരു പവർ അവൻ്റെ ഓപ്പോസിറ്റ് കടന്നു വരുന്നതായിട്ട് അവൻ സെൻസ് ചെയ്യും. അവനത് ആരാണെന്ന് ചെക്ക് ചെയ്യും. മറ്റാരുമല്ല, കുഞ്ഞിപ്പയ്യൻ. അവൻ കുഞ്ഞിപ്പയ്യനെ കണ്ട സന്തോഷത്തിൽ അവനെ നോക്കി കൈവീശി കാണിച്ച് അവൻ്റെ അടുത്തേക്ക് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോഹാൻ അവനാണെങ്കിൽ ആ ഡ്രാഗൺ ബോളിന്റെ മുകളിൽ ഒരുപാട് നേരമായിട്ട് ഇരിക്കുകയാണ്. ഇവിടുന്ന് മൊട്ടപ്പം പോയിട്ട് ഒരുപാട് സമയമായി. പോയിട്ട് എത്രയും വേഗം തിരികെ വന്നാൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കും പോലെ നടക്കൂ. അതല്ല എങ്കിൽ ഫ്രീസ അവൻ ഇവിടേക്ക് എത്തിയ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ മൊട്ടപ്പൻ ആണെങ്കിൽ കുഞ്ഞിപ്പയ്യനോട് പറയും, ഞങ്ങൾക്ക് ആ 7 ഡ്രാഗൺ ബോൾസും കിട്ടി. പക്ഷേ ഡ്രാഗനെ സമൻ ചെയ്യണമെങ്കിൽ അതിനൊരു പാസ്വേഡ് ഉണ്ട്. അതെന്താണെന്ന് അറിയാനാണ് എൽഡറിനെ അന്വേഷിച്ച് അവിടേക്ക് പോകാൻ തയ്യാറായത്. അതിന് കുഞ്ഞിപ്പയ്യൻ പറയും, എൽഡർ ആ കാര്യം മനസ്സിലാക്കി എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചു. ഫ്രീസ അവിടെ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. അത്രയും വേഗം നിങ്ങൾ ഡ്രാഗനെ സമൻ ചെയ്ത് നിങ്ങളുടെ കാര്യം അത് നേടിയെടുത്തേ പറ്റൂ. അത് നേടിയെടുക്കാനുള്ള പാസ്വേഡ് അത് മറ്റൊന്നുമല്ല, നിങ്ങൾ നമക്കിയൻ ലാംഗ്വേജിൽ വേണം ഡ്രാഗനെ വിളിക്കാൻ. എങ്കിൽ മാത്രമേ ഡ്രാഗൺ താഴേക്ക് വരൂ. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ഈ പവനുമായിട്ട് വളരെ സ്പീഡിൽ ഗോഹാന്റെ അടുത്തേക്ക് മടങ്ങി വരികയാണ്. ഗോഹാനാണെങ്കിൽ 2 പവറുകൾ സെൻസ് ചെയ്യും. അതിനുശേഷം അത് ആരാണെന്നറിയാൻ മുകളിലേക്ക് ഉയർന്നു വരികയാണ്. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് മൊട്ടപ്പനും കുഞ്ഞിപ്പയ്യനും. ഗോഹാനാണെങ്കിൽ ഭയങ്കര സന്തോഷം, യാഹൂ നിങ്ങൾ ഇത്രയും വേഗം ഇവിടേക്ക് എത്തിയോ? അതിന് മുട്ടപ്പം പറയും, ഞാൻ പോകുന്ന വഴിയിൽ ഇവനെ കണ്ടുമുട്ടി. ഇവനെ എൽഡർ നമ്മുടെ അടുത്തേക്ക് അയച്ചതാണ്. ഈ ഡ്രാഗൺ ബോൾ സമൻ ചെയ്യാനുള്ള പാസ്വേഡ് ഇവൻ അറിയാം. ഗോക്കുവും വിജിറ്റയും അവർ രണ്ടുപേരും അവിടെ. ഗോക്കു ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. ആ വിജിറ്റ അവൻ റെസ്റ്റ് എടുക്കാനായിട്ട് അകത്തേക്ക് പോയിരിക്കുകയാണ്. നിങ്ങൾ വന്നു കഴിയുമ്പോൾ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞു. മുട്ടപ്പനാണെങ്കിൽ ഇപ്പോൾ ഒരു ബുദ്ധി വിളിച്ചുണ്ടാവും. ഇതാണ് പറ്റിയ സമയം, നമുക്ക് എത്രയും വേഗം ഈ ഡ്രാഗൺ ബോൾ അത് ഇവിടുന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റാം. ഫ്രീസയുടെയും വിജിറ്റയുടെയും ആരുടെയും തന്നെ ശ്രദ്ധയിൽപ്പെടാതെ നമുക്ക് ഈ ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് ഡ്രാഗനെ വിളിച്ചു വരുത്താം. നമ്മുടെ വിഷ് അത് ചോദിക്കാം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ലാബിന്റെ അകത്ത് കാണിക്കും. ഗോക്കു ആണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഹീലായിട്ടില്ല. അവന്റെ തൊട്ടടുത്തായി വെജിറ്റ അവൻ പാടായിട്ടുള്ള നിദ്രയിലാണ്. അവരാണെങ്കിൽ ഇപ്പൊ നൈസായിട്ട് ആ ഡ്രാഗൺ ബോൾ തൂക്കിയെടുത്ത് ഒരു സേഫായ സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതിനുശേഷം അങ്ങനെ സമൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആ സെക്കൻഡിൽ അവർ തിരിച്ചറിയും ആ ഫ്രീസ വില്ലൻ അവർ ലക്ഷ്യമാക്കി അവിടേക്ക് വരുന്നുണ്ടെന്ന്. മൊട്ടപ്പനാണെങ്കിൽ കുഞ്ഞിപ്പയ്യനോട് പറയും, നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത്, എത്രയും വേഗം ആ ഡ്രാഗനെ സമൻ ചെയ്യണം. അത് കേട്ട് കുഞ്ഞിപ്പയ്യനാണെങ്കിൽ അവരുടെ നമക്കിയൻ ലാംഗ്വേജിൽ ആ ഡ്രാഗനെ വിളിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഡ്രാഗൻ അങ്ങനെ സമനായി താഴേക്ക് വരുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.